ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻസൈറ്റ് ലേണിംഗ് യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേര് വിളിക്കുക, നല്ല ഫീഡ്ബാക്സ് പറയുകയും ചെയ്തു. കുറേ അധികം കുട്ടികൾ വിളിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ തുടർന്നും വീഡിയോസ് കാണുക. ഞങ്ങളുടെ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ സംശയങ്ങൾ ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഒന്നാമത്തെ ചാപ്റ്ററായ സീസൺസ് ആൻഡ് ടൈം അല്ലെങ്കിൽ ഋതുഭേദങ്ങളും സമയം എന്ന ഭാഗം തുടങ്ങി വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ ഭാഗമായ ഹൗ സീസൺസ് ഒക്കെ അല്ലെങ്കിൽ എങ്ങനെയാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്ന എന്ന കാര്യം വളരെ വിശദമായി നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പങ്കുവച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ടൈം കാൽക്കുലേഷൻ വിത്തൗട്ട് യൂസിങ് കാൽക്കുലേറ്റർ അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ എങ്ങനെയാണ് സമയം കണ്ടെത്താൻ പോകുന്നതെന്നാണ്. ഒരുപാട് പേര് ജോഗ്രഫി ഇഷ്ടപ്പെടാതിരിക്കാനുള്ള അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ തന്നെ എന്നോട് ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, സാറേ ഇത് വളരെ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്യുവാണ്, കാരണം വളരെ ബുദ്ധിമുട്ടാണ്, എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷനാണിത്. എന്നാൽ ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്ന് 1 മാർക്ക് പോലും പോകാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ കുറച്ച് ബേസ് പോയിന്റ്സ് ഉൾപ്പെടെ പറഞ്ഞു തന്ന് നിങ്ങളെ ഈ ഭാഗത്തിന്റെ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഇന്നത്തെ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഈ ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ സമയം കണക്കാക്കൽ എന്നുള്ള ഭാഗം സാധാരണയായിട്ട് 3 മുതൽ 6 മാർക്ക് വരെ ആണ് ചോദിക്കുന്നത്. ഓർത്തോടെ, 3 മുതൽ 6 മാർക്കിന് വരെ നമുക്ക് സാധാരണയായിട്ട് ഈ മുൻ വർഷങ്ങളിൽ SLC പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഈ അവസാനത്തെ SLC പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ടൈം കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം 3 മുതൽ 6 മാർക്കിന് വരെയാണ് നമുക്ക് സാധാരണയായിട്ട് ഇവിടുന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ ചില ബേസ് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം, വളരെ ശ്രദ്ധയോടെ അത് കേട്ടിരിക്കുക. നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് ഭൂമിയിൽ കൂടെ ആണെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉണ്ട് അല്ലെ. നമ്മളിപ്പോൾ ഒരു ഗ്ലോബ് എടുക്കുവാണെങ്കിൽ നമുക്കറിയാം, ഗ്ലോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ തന്നെ ഒരു ഷോർട്ട് മോഡലാണ് അല്ലെ. അപ്പൊ ആ ഷോർട്ട് മോഡലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്താണ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശം, അതുപോലെ തന്നെ എന്താണ് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് അക്ഷാംശം, ഇപ്പോഴും പലർക്കും അറിയത്തില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാനും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. വളരെ എളുപ്പത്തിൽ ഞാൻ എന്ന് പറഞ്ഞുതരാം. ഇനി ദയവായിട്ട് എന്റെ പ്രിയ കൂട്ടുകാർ ദയവായിട്ട് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത് ഇങ്ങനെ എഴുതി വെക്കുക. ഒരുപാട് സന്തോഷം, കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നോട്ട് ചെയ്തതിന്റെ കൂട്ടത്തിൽ എഴുതിയെടുക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ അതാ എഴുതിയെടുക്കുന്നവരിതാ ഇതുപോലെ താപ്പോട്ട് ലൈൻ വരച്ചിട്ട് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശം എന്ന് പറയുന്നത് ഇതുപോലെ താപ്പോട്ട് എഴുതുക. അപ്പൊ ഇനി മറക്കത്തില്ല. അപ്പൊ ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ളത് ഇങ്ങനെ താപ്പോട്ട് എഴുതുക. അപ്പൊ താപ്പോട്ട് നമ്മുടെ ഗ്ലോബിൽ കാണുന്ന താപ്പോട്ടുള്ള ലൈൻസ് ആണ് എന്തെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് ഇങ്ങനെ നേരെ എഴുതുന്നതാണ് എന്തെന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗ്ലോബിൽ കാണുന്ന താപ്പോട്ടുള്ള ലൈൻസിനെ നമ്മൾ പറയുന്ന ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ, നേരെയുള്ള ലൈൻ ലാറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് സമയം കണ്ടുപിടിക്കും. ഈ 2 ലൈൻസ് എന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമ്മുടെ രാജ്യങ്ങളുടെയും പല സ്ഥലങ്ങളുടെയും ലൊക്കേഷൻ, സ്ഥാനം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖയും ലാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അക്ഷാംശ രേഖയും സാധാരണയായിട്ട് ഉപയോഗിച്ചു വരും. എന്നാൽ നമുക്ക് ഇന്ന് വേണ്ട സെക്ഷനായ ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ സമയം കണക്കാക്കാൻ നമുക്ക് വേണ്ടത് ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ മാത്രം മതി. അതായത് നമുക്ക് ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സെക്ഷൻ വേണ്ട. അപ്പൊ ഈ താപ്പോട്ട് വരയ്ക്കുന്ന ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ മാത്രം നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇനി ഒരു ഗ്ലോബിൽ എത്ര ലോഞ്ചിറ്റ്യൂഡ് ഉണ്ട്? 360 ലോഞ്ചിറ്റ്യൂഡ് ആണ് ഉള്ളത്. മനസ്സിലാക്കണേ, ഒരു ഗ്ലോബിൽ അല്ലെങ്കിൽ ഭൂമി മൊത്തം 360 ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു എർത്ത് അല്ലെങ്കിൽ ഭൂമി. അതായത് ഭൂമി ഓർത്തോടെ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു എർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമി മുഴുവൻ 360 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ ഭൂമിയുടെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതായത് ഭൂമി മുഴുവനായിട്ട് തിരിയും. നമുക്കറിയാം റൊട്ടേഷൻ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഭ്രമണം. അപ്പം ഭൂമി ഒരു തവണ തിരിയുമ്പോൾ, മുഴുവനായി തിരിയുമ്പോൾ എത്ര ഡിഗ്രിയാണ് തിരിയുന്നത്? 360 ഡിഗ്രിയാണ് തിരിയുന്നത്. 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ രേഖാംശ രേഖകളുടെ എണ്ണം ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ബേസ് പോയിന്റ് ആണ് 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു എർത്ത്. അതായത് ഭൂമി മുഴുവൻ 360 ഡിഗ്രിയാണ് തിരിയുന്നത്. ഇത് ഓർത്ത് വെക്കുക. ഞാൻ ഈ പറയുന്ന ബേസ് പോയിന്റ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ 3 മുതൽ 6 മാർക്ക് വരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 360 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 24 അവേഴ്സ്. 24 അവേഴ്സ് എന്താ? 1 ഡേ അല്ലേ? ഒരു ദിവസം. അപ്പൊ ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ എടുത്ത് ഭൂമി എന്ത് ചെയ്യുന്നു? 360 ഡിഗ്രി തിരിയുന്നു. അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം നിങ്ങളുടെ പുസ്തകത്തിലില്ല കേട്ടോ.
ഈ 360 ഡിഗ്രി തിരിയുക എന്ന് പറഞ്ഞാൽ 360 ലോഞ്ചിറ്റ്യൂഡ്സ് കവർ ചെയ്യുന്നു. അതായത് ഭൂമി ഒരു തവണ മുഴുവനായിട്ട് തിരിയുമ്പോൾ 360 ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് തിരിയുന്നത്. ഓക്കെ, ദെൻ ഈ 24 അവേഴ്സിനെ ഞാൻ മിനിറ്റിലോട്ട് ആക്കുവാണെങ്കിൽ 24 ഇൻറ്റു മിനിറ്റിലോട്ട് ആക്കുന്ന 24 ഇൻറ്റു 60 is equal to 1440 മിനിറ്റ്സ്. ഞാൻ ഷോർട്ട് ഫോം യൂസ് ചെയ്യാണ് കേട്ടോ. 1440 മിനിറ്റ്സ്, 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 1440 മിനിറ്റ്. ഞാൻ പറയും ഈ ബേസ് പോയിന്റ്സ് ഓർത്തിരിക്കേണ്ട, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ ഇനിയും പറയും ബേസ് പോയിന്റിലേക്ക് വരുവാണ്. അപ്പം ജസ്റ്റ് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1440 മിനിറ്റ്. ഇങ്ങനെയുള്ള ഭൂമി, അതായത് 360 ഡിഗ്രി തിരിയാൻ 1440 മിനിറ്റ് എടുക്കുന്ന ഭൂമി 1 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം 4 മിനിറ്റ് ആണ്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുന്നു. ഇതാണ് നിങ്ങൾ ഈ ടൈം കാൽക്കുലേഷൻ അല്ലെങ്കിൽ സമയം കണക്കാക്കൽ എന്നുള്ള ഭാഗത്തിൽ ഒന്നാമതായിട്ട് മനഃപ്പാടമാക്കേണ്ട ഭാഗം. 1 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. ഞാൻ അതുകൊണ്ടാണ് മറ്റൊരിടത്തും ടിക്ക് മാർക്ക് ഉപയോഗിച്ചിട്ടില്ല, അതായത് ഇവിടെ മാത്രമാണ് ടിക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ സോ ആദ്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ് 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ് ആണ്. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഇവിടെ ഓൾറെഡി ഒരു ടിക്ക് മാർക്ക് ഉണ്ട് കേട്ടോ, ലോഞ്ചിറ്റ്യൂഡ്. ഒരു രേഖാംശ രേഖ തിരിയാനായിട്ട് ഭൂമി എടുക്കുന്ന സമയം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നി, ഈ 4 മിനിറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ ബ്രാക്കറ്റ് ഞാൻ എഴുതി കാണിക്കാം. 1440 ഡിവൈഡഡ് ബൈ 360 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എത്ര വരും? 4. 1440 ഡിവൈഡ് ബൈ 360. സോ 1 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്. ഇങ്ങനെയുള്ള ഇതേ ഭൂമി 2 ഡിഗ്രി തിരിയാൻ എത്ര സമയം എടുക്കുമായിരിക്കും? 8 മിനിറ്റ്. അപ്പൊ 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, 2 ഡിഗ്രി തിരിയാൻ 8 മിനിറ്റ്. സോ 3 ഡിഗ്രി തിരിയാൻ എത്ര ആയിരിക്കും എടുക്കുന്നത്? 12 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പം 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, 2 ഡിഗ്രി തിരിയാൻ 8 മിനിറ്റ്, 3 ഡിഗ്രി തിരിയാൻ 12 മിനിറ്റ് ആണ് ഭൂമി എടുക്കുന്നത്. സോ ഈ ബേസ് പോയിന്റ് ഇവിടെ ഒന്നും ഞാൻ ടിക്കറ്റ് ഇട്ടില്ല കേട്ടോ, ഇത് മാത്രം ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഭൂമി 15 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറാണ്. മനസ്സിലാക്കണേ, 15 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. അവിടെയും ഞാനൊരു ടിക്ക് ഇടുന്നു. 1 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 4 മിനിറ്റ്, 15 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 1 മണിക്കൂർ. ഈ 1 മണിക്കൂർ എങ്ങനെ വന്നു? ഞാൻ അതും ബ്രാക്കറ്റിൽ കാണിക്കാം. 4 ഇൻറ്റു 15. ഈ 4 തന്നെ ഇവിടെ നിന്ന് വന്നു 15. സോ 15 ഇൻറ്റു 4 60. ആ 60 എന്നുള്ളതാണ് ഞാൻ എത്ര 60 മിനിറ്റ് എന്നുള്ളതാണ് ഞാൻ എത്ര ആക്കി എടുത്തത്? 1 അവർ ആക്കി എടുത്തത്. അപ്പം 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂറാണ്. ഓക്കെ, അപ്പം 1 ഡിഗ്രി തിരിയാൻ 4 മിനിറ്റ്, 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ എടുക്കുന്ന ഭൂമി. അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടെ പഠിക്കാനായിട്ടുണ്ട്. എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് ഈസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ് കിഴക്ക് എന്നുള്ള ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഭൂമി തിരിയുന്നത് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്, അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കാണ്. അതുകൊണ്ട് തന്നെ കിഴക്കോട്ട് പോകുന്തോറും അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂടുകയും വെസ്റ്റിലോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം കുറയുകയും ചെയ്യുന്നു. ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതി കാണിക്കാം. ഈസ്റ്റ് എന്നുള്ളതാണ് അല്ലെങ്കിൽ കിഴക്ക്. അങ്ങോട്ട് പോകുമ്പോൾ സമയം കൂടുന്നു. ദെൻ വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറെന്നുള്ളതിന്റെ ഞാൻ ഇവിടുന്നു. ദെൻ ഇങ്ങോട്ട് പോകുമ്പോൾ സമയം കുറയും. ഓക്കെ, ഞാനിവിടെ ഒന്നുകൂടെ കൃത്യമായിട്ട് ടൈം. അപ്പോൾ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കൂടുന്നു, വെസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം കുറയുന്നു. അപ്പോൾ ഈ ബേസ് പോയിന്റ്സ് ഓർത്തിരിക്കുക. നമുക്ക് കണക്ക് ചെയ്യുന്നതിലേക്ക് പോകാം. ഞാനിവിടെ നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ കണക്ക് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും 0 ഡിഗ്രി അല്ലെങ്കിൽ ഭൂമിയുടെ സെൻട്രൽ കൂടെ പോകുന്ന 0 ഡിഗ്രി രേഖാംശ രേഖ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് ഞാൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഭൂമിയുടെ സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡാണ് 0 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലെങ്കിൽ രേഖാംശ രേഖ എന്ന് പറയുന്നത്. അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും 0 ഡിഗ്രിയിലെ സമയം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ സമയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലായിരിക്കും ഞാൻ ആദ്യത്തെ കുറച്ച് കണക്കുകൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, അതിന്റെ സമയം തന്നിട്ടുണ്ട് 10 മണിയിൽ നിന്ന്
തന്നിട്ടുണ്ട്. ദെൻ 1 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 1 ഡിഗ്രി കിഴക്ക് തന്നിട്ടുണ്ട്. 2 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 2 ഡിഗ്രി കിഴക്ക് തന്നിട്ടുണ്ട്. 1 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 1 ഡിഗ്രി പടിഞ്ഞാറ്, 2 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 2 ഡിഗ്രി പടിഞ്ഞാറും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാ ഈ 4 എണ്ണത്തിലെ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആകെ തന്നിട്ടുള്ളത് 10 മണി മാത്രമാണ്. 0 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയുടെ 10 മണി മാത്രമേ നമുക്ക് ഇവിടെ സമയമായിട്ട് തന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം 1 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം എത്രയാണ്? ഇവിടെ എഴുതിയിട്ടുണ്ട് 4 മിനിറ്റ്. അപ്പോൾ 10 മണിയുടെ കൂട്ടത്തിൽ 4 മിനിറ്റ് കൂട്ടിയാൽ, കാരണം ഞാനിവിടെ മറ്റൊരു ബേസ് പോയിന്റ് കൂടെ തന്നിട്ടുണ്ട്, ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ട് പോകുന്നതോറും സമയം കൂടുന്നു. അപ്പോൾ ഓരോ ഡിഗ്രി തിരിയുമ്പോഴും 4 മിനിറ്റ് വെച്ച് അങ്ങോട്ട് കൂടുന്നു. എങ്ങോട്ട് പോകുമ്പോൾ? ഈസ്റ്റിലോട്ട്, കിഴക്കോട്ട് പോകുമ്പോൾ. ദെൻ വെസ്റ്റിലോട്ട് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ സമയം കുറയുകയാണ് ചെയ്യുന്നത്. ആ 2 പോയിന്റ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, 10 മണിയുടെ കൂടെ 1 ഡിഗ്രി തിരിയുമ്പോൾ 0 ഡിഗ്രി 1 ഡിഗ്രി ആകുമ്പോൾ 4 മിനിറ്റ് കൂട്ടണം. അപ്പോൾ നമുക്ക് സമയം എത്ര വരും? 10:04 AM. ഈ AM എന്ന് എഴുതുന്നതിനും കൂടെ മാർക്കാണ് കേട്ടോ. 10:04 എന്നും കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് തരത്തില്ല. ടീച്ചേഴ്സ് അതുപോലെ കാര്യമായിട്ട് നോക്കുന്ന ഒരു സെക്ഷനാണ്. സോ 10 മണി 10 AM എന്നുള്ളത് തീർച്ചയായിട്ടും 4 മിനിറ്റ് കൂടുമ്പോൾ 10:04 AM ആയിരിക്കും സമയം വരുന്നത്. ഓർത്തിരിക്കുക. ദെൻ 2 ഡിഗ്രി ഈസ്റ്റ്, 10 മണിയുടെ കൂട്ടത്തിൽ 2 ഡിഗ്രിയാണ് തിരിഞ്ഞത്. 0 2 ഡിഗ്രി തിരിഞ്ഞു. അപ്പോൾ എത്ര മിനിറ്റ് കൂട്ടണം? 8 മിനിറ്റ് കൂട്ടണം. സോ 10:08 AM ആണ് ആൻസർ എന്ന് പറയുന്നത്. അതായത് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിച്ചു. 4 മിനിറ്റ് വെച്ച് കൂട്ടിയത് മാത്രമേ ഉള്ളൂ. വേറെ മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ ഒന്നും ചെയ്തില്ല. ഏറ്റവും ബേസ് കണക്കാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. 0 ഡിഗ്രിയിൽ നിന്ന് 1 ഡിഗ്രി തിരിഞ്ഞപ്പോൾ, ഈസ്റ്റിലോട്ട് തിരിഞ്ഞപ്പോൾ, കിഴക്കോട്ട് തിരിഞ്ഞപ്പോൾ 4 മിനിറ്റ് കൂട്ടി, 2 ഡിഗ്രി തിരിഞ്ഞപ്പോൾ 8 മിനിറ്റ് ആണ് കൂട്ടിയത്. ദെൻ വെസ്റ്റിലോട്ട് പോകുന്നതോറും പടിഞ്ഞാറോട്ട് പോകുന്ന സമയം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 10 മണിയിൽ നിന്ന് 4 മിനിറ്റ് കുറച്ചാൽ 9:56 AM. AM എന്നും കൂടെ എഴുതണം കേട്ടോ, ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്. ദെൻ അതേ 0 ഡിഗ്രിയിൽ നിന്ന് 2 ഡിഗ്രി വെസ്റ്റിലോട്ട് പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ 8 മിനിറ്റ് ആണ് കുറയ്ക്കേണ്ടത്. അപ്പം 10 മണിയിൽ നിന്ന് ഈ ഓർക്കണേ ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ഓർമ്മിപ്പിച്ചോട്ടെ, നമുക്ക് ഈ 0 ഡിഗ്രിയിൽ നിന്നാണ് നമ്മുടെ കൂട്ടലും കുറയ്ക്കലും എല്ലാം വേണ്ടത്. അല്ലാതെ ഒരിക്കലും 9:56 നിന്ന് 8 മിനിറ്റ് കുറച്ചാൽ നമുക്ക് മറ്റൊരു ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അതല്ല നമ്മുടെ ശരിയായ ആൻസർ. 0 ഡിഗ്രി അതായത് 10 മണിയിൽ നിന്ന് നമ്മൾ 8 മിനിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ സമയം എന്ന് പറയുന്നത് 9:52 AM. ഇവിടെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നു. മറ്റൊരു കണക്കൂടെ ഞാൻ തന്നിട്ടുണ്ട്, എളുപ്പത്തിൽ ചെയ്യാം. ഞാൻ AM ആയിരുന്നു ഇതുവരെ തന്നത്. ഇവിടെ PM. കുറച്ച് കൂട്ടുകാർക്കൊക്കെ PM ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. 7 മണിയാണ് തന്നിരിക്കുന്നത്. 1 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോൾ 1 ഡിഗ്രി കിഴക്കാകുമ്പോൾ എത്ര മിനിറ്റ് കൂട്ടണം? 4 മിനിറ്റ്. 7:04 AM അല്ല PM. ഓക്കെ. ദെൻ 7 മണിയുടെ കൂട്ടത്തിൽ 8 മിനിറ്റ് കൂട്ടിയാൽ 7:08 PM ആണ് ആൻസർ. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ 1 ഡിഗ്രി തിരിയുമ്പോൾ 4 മിനിറ്റ് കുറയ്ക്കണം. അപ്പോൾ 6:56 PM. AM അല്ല. ദെൻ ഇവിടെ വരുമ്പോൾ 6:52 PM ആണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ മോഡൽ കണക്കെന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് രണ്ടാമത്തെ മോഡൽ കണക്കിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മോഡൽ കണക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ മോഡലിൽ നിന്ന് ഒരു വ്യത്യാസമേ ഞാൻ ഇവിടെ വരുത്തിയിട്ടുള്ളൂ. ഇവിടെ ഞാൻ 15 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 15 ഡിഗ്രി കിഴക്കും ഒപ്പം തന്നെ 15 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 15 ഡിഗ്രി പടിഞ്ഞാറും കൂടെ മാത്രമേ ഞാൻ ഇത് അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ളൂ. സോ നമുക്ക് എങ്ങനെ ഈ ആൻസറിലേക്ക് എത്താമെന്ന് നമുക്ക് നോക്കാം. സോ ഇവിടെ 6 AM ആണ്. 0 ഡിഗ്രി 6 AM തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ 4 ആൻസർ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യും അല്ലേ? നമുക്കത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. 6:04 AM. ദെൻ 6:08 AM. ഇങ്ങോട്ട് വരുമ്പോൾ 5:56 AM. ഇവിടോട്ട് വരുമ്പോൾ 5:52 AM. അത്ര ആൻസർ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എല്ലാം കിട്ടിയെന്ന് എനിക്ക് ഉറപ്പാണ്. ഇനി ഒരു സംശയം വരുന്നത് 15 ഡിഗ്രി ഈസ്റ്റിൽ 15 ഡിഗ്രി കിഴക്കിൽ എത്രയാണ് സമയം വരുന്നത്? ഞാൻ അവിടെ ഒരു ബേസ് പോയിന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ. 15 ഡിഗ്രി ഈസ് ഈക്വൽ ടു 1 അവർ. 15 ഡിഗ്രി തിരിയാൻ ഭൂമി എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. അത് ഈസ്റ്റിലോട്ടാണെങ്കിൽ, കിഴക്കോട്ടാണെങ്കിൽ 1 മണിക്കൂർ കൂടും, പടിഞ്ഞാറോട്ടാണെങ്കിൽ വെസ്റ്റിലോട്ടാണെങ്കിൽ 1 മണിക്കൂർ കുറയും. സോ ഇവിടോട്ട് വരുമ്പോൾ 6 മണിയിൽ നിന്നാണ്. ഓർക്കണേ, ഈ 6, 8, 6 മണി മെജോറിറ്റി സ്റ്റുഡൻസും ഈ ഒരു ഭാഗം വരുമ്പോഴാണ് തെറ്റിക്കുന്നത്. ഒരുപാട് തെറ്റ് വരുന്നത് ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, ഈ 6, 8 എന്ന് എന്ത് ചെയ്യും? 1 മണിക്കൂർ അങ്ങ് കൂട്ടി വെക്കും. അപ്പൊ 6, 8 എന്ന് 1 മണിക്കൂർ കൂട്ടി എത്ര? 7, 8 എന്നാണ് ആൻസർ വരുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു നമ്മുടെ ബേസ് എന്ന് പറഞ്ഞല്ല ഇതാണ്. ഞാൻ എച്ചുടൻ കറുപ്പിച്ചെന്ന് വായിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ബേസ് ഏതാണ്? 0 ഡിഗ്രി. അപ്പൊ 0 ഡിഗ്രിയിൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ, 6 മണിയിൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ എത്ര വരും? ഇവിടെ
7 മണിയാണ് വരുന്നത്. കണ്ടോ, 6 മണിയിൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ 6 മണി എന്നുള്ളത് 0 ഡിഗ്രിയാണ്. ഓക്കെ, 6 മണിയിൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ 7 മണി വരും. ഇനി 6 മണിയിൽ നിന്ന് 1 മണിക്കൂർ കുറച്ചാൽ, ഓർക്കണേ, ഇതാ ഇവിടെ 5:52 AM നിന്ന് 1 മണിക്കൂർ കുറച്ചാലല്ല, 6 മണിയിൽ നിന്ന് തന്നെ 1 മണിക്കൂർ കുറച്ചാൽ എത്ര വരും? 5 AM വരും. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മോഡൽ കണക്കെന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ കുറച്ച് കണക്കുകൾ ചെയ്യാം. മറ്റൊരു കണക്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാനായിട്ട് സാധിക്കും. 0 ഡിഗ്രിയിലെ സമയം എഴുതുകയാണ്. ഒരു 9 AM എന്ന് ഞാൻ കൊടുത്തു. സോ 0 ഡിഗ്രിയിൽ 9 മണിയാണ് കൊടുത്തിരിക്കുന്നത്. 1 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും 9:04 AM. 1 ഡിഗ്രി വെസ്റ്റ് ആകുമ്പോൾ, പടിഞ്ഞാറാകുമ്പോൾ 8:56 AM ആണ് വരുന്നത്. ഓക്കെ, ഇനി 15 ഡിഗ്രി ആകുമ്പോൾ, 15 ഡിഗ്രി ആകുമ്പോൾ ഈ 9 മണിയിൽ നിന്ന് 1 മണിക്കൂർ കൂട്ടണം. അപ്പൊ എത്ര വരും? 10 AM ആണ് വരുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ 1 മണിക്കൂർ കുറയ്ക്കണം. 15 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറാകുമ്പോൾ 9 മണിയിൽ നിന്ന് 1 മണിക്കൂർ കുറച്ചാൽ 8 മണി. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരിക്കലും ഈ 8:56 1 മണിക്കൂർ കുറയ്ക്കലും. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് 0 ഡിഗ്രി, ഞാൻ വരച്ചിട്ട് കണക്കിൽ തന്നെ വരച്ചിരിക്കുന്നത്. ഓക്കെ, 9 മണിയിൽ നിന്ന് 30 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോൾ എത്രയാണ്? 15 ഡിഗ്രി തിരിയാൻ 1 മണിക്കൂർ എടുക്കുമെങ്കിൽ 30 ഡിഗ്രി തിരിയാൻ ഭൂമി എത്ര സമയം എടുക്കും? 2 മണിക്കൂറായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സോ 9 മണിയിൽ നിന്ന് 2 മണിക്കൂർ, ഓർത്തോണേ, 15 ഡിഗ്രിയിൽ നിന്ന് 2 മണിക്കൂറല്ല, 9 മണിയിൽ നിന്ന് 2 മണിക്കൂർ ഈസ്റ്റിലോട്ട് കിഴക്കോട്ട് കൂട്ടുകയാണെങ്കിൽ 11 AM എന്നായിരിക്കും ആൻസർ വരുന്നത്. അതേ 9 മണിയിൽ നിന്ന് 2 മണിക്കൂർ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത് 7 AM എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരുവാണ്. നിങ്ങളുടെ 15ന്റെ ടേബിളും കൂടെ 15ന്റെ ടേബിളും കൂടെ പഠിച്ചു വെക്കുന്നത് വളരെയധികം ഉപകാരപ്രദം ആയിരിക്കും. ഓക്കെ, അതായത് സംതിങ് ലൈക്ക് ദിസ്. 15 ഡിഗ്രി is equal to 1 മണിക്കൂർ, then 30 ഡിഗ്രി is equal to 2 മണിക്കൂർ, then 45 ഡിഗ്രി is equal to 3 മണിക്കൂർ. ഇങ്ങനെ പഠിക്കാനാണ് പറഞ്ഞത്. ദെൻ നിങ്ങൾക്കറിയാം അടുത്തത് എത്രയാണ് വരുന്നത്? 60 ഡിഗ്രി is equal to 4 മണിക്കൂർ, ദെൻ 75 ഡിഗ്രി is equal to 5 മണിക്കൂർ. അങ്ങനെ ഒരു 180 ഡിഗ്രി is equal to 12 മണിക്കൂർ വരെ പഠിക്കാമെങ്കിൽ, ഓർത്തോണേ, 75 ഡിഗ്രി കഴിഞ്ഞിട്ട് നേരെ 180 ഡിഗ്രി അല്ല. 75 കഴിഞ്ഞിട്ട് പിന്നെ എത്ര ഉണ്ട്? 90 ഉണ്ട്, ദെൻ 105 ഉണ്ട്. അങ്ങനെ ഒരു 180 ഡിഗ്രി വരെ പഠിക്കാമെങ്കിൽ, 180 ഡിഗ്രി ചെയ്യുമ്പോൾ 12 മണിക്കൂർ ആകും സമയ വ്യത്യാസം എന്നും കൂടെ വരെ പഠിക്കാമെങ്കിൽ പരീക്ഷയ്ക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 15ന്റെ ടേബിൾ ഓർത്ത് നോക്കാം. നമുക്ക് 15ന്റെ ടേബിൾ വെച്ചിട്ടുള്ള ഒരു കണക്കും കൂടെ ചെയ്യാം. ഞാനിവിടെ മറ്റൊരു കണക്ക് എഴുതിയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. 0 ഡിഗ്രിയിലെ സമയം 1 PM ആണ് അല്ലെ. ദെൻ നമുക്ക് നോക്കാം ആദ്യം ഈസ്റ്റിലോട്ട് അല്ലെങ്കിൽ കിഴക്കോട്ടുള്ള സമയം ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, 0 ഡിഗ്രിയിൽ 1 PM, ദെൻ 15 ഡിഗ്രിയിലെ സമയ വ്യത്യാസം 1 അവർ അല്ലെ. കിഴക്കോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ സമയം 1 മണിക്കൂർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1 PM ൽ നിന്ന് 1 മണിക്കൂർ കൂടിയാൽ 2 PM. ഓക്കെ, ദെൻ 0 ഡിഗ്രിയിൽ നിന്ന് 45 ഡിഗ്രി ഈസ്റ്റ് ആകുമ്പോൾ, കിഴക്കാകുമ്പോൾ എത്രയാണ് വ്യത്യാസം? ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 മണിക്കൂറാണ് വ്യത്യാസം. അപ്പൊ 3 മണിക്കൂർ കൂട്ടണം. 1 മണിയിൽ നിന്ന് 3 മണിക്കൂർ കൂട്ടിയാൽ പല കൂട്ടുകാരും എന്താണ് ഇങ്ങനെ ആകെ ഒരു അങ്കലാപ്പിലാണ്. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ കയ്യിലങ്ങ് കൂട്ടിക്കോ, ഒരു പ്രശ്നവും ഇല്ല. ഇത് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ളവർ ഇപ്പം പെട്ടെന്ന് എല്ലാവർക്കും എന്താണ് ബൈഹാർട്ട് ആയിരിക്കത്തില്ല, ഇങ്ങനെ പെട്ടെന്ന് ടൈം കാൽക്കുലേഷൻ. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ചിലപ്പോൾ ഞാനിപ്പോൾ കൂട്ടുന്ന പോലെ തന്നെ കയ്യിലങ്ങ് കൂട്ടുക. 1 മണിയുടെ കൂട്ടത്തിൽ 3 മണിക്കൂർ കൂട്ടിയാൽ 2 മണി, 3 മണി, 4 മണി. അപ്പം 4 PM ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ, കയ്യിലങ്ങ് കൂട്ടിയാൽ മതി. ദെൻ 0 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രിയിലേക്ക് തിരിയുമ്പോൾ, 60 ഡിഗ്രിയിലെ എത്രയാണ്? 4 അവർ കൂട്ടണം. അപ്പം 1 മണിയിൽ നിന്ന് 4 മണിക്കൂർ കൂട്ടിയാൽ 2 മണി, 3 മണി, 4 മണി, 5 മണി. സോ 5 PM ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റിലെ അല്ലെങ്കിൽ കിഴക്കിലെ സമയം കണ്ടുപിടിച്ചു. നമുക്കിനി വെസ്റ്റിലെ പടിഞ്ഞാറേ സമയം കണ്ടുപിടിക്കാനായിട്ട് പോകാം. അപ്പം 0 ഡിഗ്രിയിൽ 1 മണിയാണ്, 30 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറ്. 30 ഡിഗ്രിയിൽ 2 hours ആണ് ടൈം ഡിഫറൻസ് അല്ലേ. സോ 1 മണിയിൽ നിന്ന് 2 മണിക്കൂർ കുറയ്ക്കുമ്പോൾ, 1 മണിയിൽ നിന്ന് 1 മണിക്കൂർ കുറച്ചാൽ 12 മണി, പിന്നെയും 1 മണിക്കൂർ കുറച്ചാൽ 11 മണി. സോ 11 മണിന്ന് കിട്ടി. ഇനി PM ആണോ AM ആണോ? ഇവിടെ നോക്കിക്കേ,
1 മണി കഴിഞ്ഞ് 12 PM ആയിരുന്നു. ദെൻ 11 ആയപ്പോൾ അതെന്തായി? AM ആയി. ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ 1 മണിയിൽ നിന്ന് 60 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് വരുമ്പോൾ ടൈം ഡിഫറൻസ് ഈസ് 4 hours. സോ 1 മണിയിൽ നിന്ന് 4 മണിക്കൂർ നമുക്ക് കുറയ്ക്കാം. 1 മണിയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 12 മണി, 11 മണി, 10 മണി, 9 മണി. സോ ഇവിടെ വരുമ്പോൾ 9 AM. ഓക്കെ, ദെൻ 1 മണിയിൽ നിന്ന് 75 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറിലേക്ക് പോകുമ്പോൾ ടൈം ഡിഫറൻസ് ഈസ് 5 hours. സോ ദ ആൻസർ വിൽ ബി 1 മണിയിൽ നിന്ന് 5 മണിക്കൂർ കുറയ്ക്കുമ്പോൾ 12 മണി, 11 മണി, 10 മണി, 9 മണി, 8 മണി. സോ ദ ടൈം ഓൺ 75 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 75 ഡിഗ്രി പടിഞ്ഞാറിലെ സമയം എന്ന് പറയുന്നത് 8 മണി ആണ്. ഇത്തരത്തിലായിരിക്കും നമുക്ക് ഈ 15 ഡിഗ്രിയിലെ ടൈം കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ടേബിളിലെ ടൈം കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ സമയം കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്യേണ്ട കണക്കെന്ന് പറയുന്നത്. ടൈം കാൽക്കുലേഷൻ വിത്തൗട്ട് യൂസിങ് എ കാൽക്കുലേറ്റർ അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നമുക്ക് സമയം കണ്ടെത്താനുള്ള ഒന്നാമത്തെ ഭാഗം ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത്തരത്തിൽ കൂടുതൽ കണക്കുകൾ പരിചയപ്പെടാം. ഒപ്പം തന്നെ പരീക്ഷ SSLC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. നന്ദി.